ശരി, നമ്മൾ ലെമൺ യെല്ലോ അല്ലെങ്കിൽ കാഡ്മിയം യെല്ലോ ഒക്കെ ചേർക്കുമ്പോൾ യെല്ലോ കളർ മാത്രമാണ് നമ്മളിങ്ങനെ ഒരുപാട് ലൈറ്റായിട്ട് ചെയ്യാത്തത്. ബാക്കി എല്ലാ കളർ എടുത്താലും നമ്മൾ എന്ത് ചെയ്യും, നല്ല പോലെ, അതായത് ഒരു ഡ്രോപ്പ് കളറിന് ഒരു 4 or 5 ഡ്രോപ്പെങ്കിലും വാട്ടർ ചേർക്കും കേട്ടോ. യെല്ലോ എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അതിനകത്ത് എന്താണ് കരട് കുറവായത് കൊണ്ട് തന്നെ നമ്മളത് കുറച്ച് ഡാർക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം ഫിഗറുകൾ മാറിപ്പോകരുത്. ഫിഗർ നമ്മൾ ഫസ്റ്റ് ലേഡിയുടെ ഫിഗറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യേണ്ടത് കാഡ്മിയം യെല്ലോ ആണ്. കാഡ്മിയം അല്ലെങ്കിൽ ക്രോമെല്ലോ എന്നൊക്കെ പറയുന്നത് ശരിക്കൊരു നമ്മുടെ ഈ മഞ്ഞളിൻ്റെയൊക്കെ കളറാണ് കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. മറ്റേത് കുറച്ചുകൂടെ ഓറഞ്ച്. അപ്പോൾ നമുക്ക് കുറച്ച് കളർ ഡാർക്കാണെങ്കിൽ ലെമൺ യെല്ലോ ചെയ്യാം, ലൈറ്റ് ആണെങ്കിൽ കുറച്ച് നമുക്ക് ഓറഞ്ച് ചേർക്കാം. ഇതാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് കേട്ടോ. വയറിന്റെ പോർഷനാ. ഇപ്പം ഞാൻ വയറിൻ്റെ പോർഷനാണ് ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അത് നമ്മൾ നോക്കിയിട്ട് കൊടുക്കാവേ. കഴുത്തല്ല, ഇവിടെ ചെസ്റ്റിൻ്റെ താഴെ അവിടെ ബ്ലൗസായിട്ട് കൊടുക്കും. ഇതിൽ ഒരു ഡ്രോപ്പിന് 2 ഡ്രോപ്പ് വാട്ടർ മതി, ഇരട്ടി അളവിന് മതി കേട്ടോ. ഒരുപാടൊന്നും കൂട്ടണ്ട, കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട്. ഒറ്റ കോട്ട് കൊടുത്തിട്ട് സെക്കൻഡ് കോട്ട് ഡോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തീരെ ലൈറ്റായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ കേട്ടോ. ഇച്ചിരി കട്ടിക്കായിട്ടുള്ള കളറല്ലേ, അപ്പോൾ ഒത്തിരി ലിക്വിഡല്ല. കണ്ണൊഴിച്ച് നമ്മൾ ബാക്കി ഭാഗങ്ങളിൽ, കണ്ണ് ചുണ്ട് ഒഴിച്ച് ബാക്കി ഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ അതെ, ഫേസും അതേ കളർ. നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ പല ടോണായി പോകും കേട്ടോ. ഈ എനിക്കെപ്പോഴും പറ്റുന്നതാണ്, ചെയ്യുമ്പോൾ ചെവി ചെയ്യാൻ മറന്നു പോകും കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് ചെയ്തോളേ. എനിക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് വിട്ടു. പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേറൊരു കളറും വാട്ടർ ചിലപ്പോൾ വേറൊരു കളറൂടെ കാണും. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതേ ടോണ് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസ് തൊട്ട് ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. എല്ലായിടവും കളർ ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്ത് ചെയ്യാനായിട്ട് കേട്ടോ. ഇതിലേക്കാർക്കൊക്കെ ഇതിലെല്ലാം വരുന്നത് ഈ കയ്യിലൊക്കെ വരുന്ന ഭാഗം ഇത് കാണാമല്ലോ, ഞാൻ ഇപ്പം ചെയ്യുന്ന ഭാഗങ്ങൾ. ഇത് നമ്മളൊരു ഓറഞ്ച് തന്നെയാണ് കേട്ടോ. മ്യൂറലിൻ്റെ നമ്മൾ പക്ക യെല്ലോ ഫിഗർ ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത് കേട്ടോ. കൂടുതലും നമുക്ക് ചുവർച്ചിത്രങ്ങളിൽ ഇപ്പോൾ പാർവതി അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ വരാറില്ലേ, അപ്പോൾ അതിനൊക്കെ അതേ യൂസ് ചെയ്യുന്ന യെല്ലോ രീതി തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഫിഗറിന് ശരിക്കും ഒരു മ്യൂറലിൻ്റെ കറക്റ്റ് ലൈക്ക്നെസ് ഇല്ല. കുറച്ച് നമ്മളിപ്പോഴത്തെ ട്രെൻഡിലൂടെ കളേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറിങ്ങുകൾ കുറേ നമ്മളൊരു മ്യൂറൽ ശൈലി വിട്ട് കഴിഞ്ഞാൽ ഒരു മ്യൂറൽ ഫീൽ തോന്നത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു യെല്ലോ ഫിഗർ തന്നെ കമ്പൽസറി അതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. വൈറ്റ് വൈറ്റ്. നമ്മളിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യുമ്പോഴാണ് എവിടെയൊക്കെ നമുക്ക് കളർ കറക്റ്റായിട്ട് ഫില്ലാവാത്തതെന്നൊക്കെ അറിയാൻ പറ്റുന്നത് കേട്ടോ. ഓരോ കളറായിട്ട് നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് വരുമ്പോഴാണ് ഇനി ഓർണമെൻറ്റ്സ് വിട്ടുപോയിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടയ്ക്ക് ഫില്ലാവാതെ. ഇപ്പോൾ ഇവിടെ ഒരു ഫില്ല്, അത് ഹെയർ വരുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കളറിങ് കംപ്ലീറ്റ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്
നമ്മൾ ഈ ഒരു കളറിന് ഫില്ല് ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇനി എവിടേക്കാണ് കളറുകൾ അപ്ലൈ ചെയ്യാനുള്ളതെന്നുള്ളതൊക്കെ. ഇതിപ്പോൾ കാലിലാണ് ചെയ്യുന്നത്. കാലിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പിങ്ക് ചെയ്തിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങളിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ഫില്ലാവാനുണ്ട്, നമുക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മൾ ആദ്യത്തെ കോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫില്ലാവാനുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. ഓർണമെൻറ്റ്സിന് നമ്മൾ ഈ കളറായതുകൊണ്ട് വലിയ വിഷയമില്ല. നമ്മൾ ഫിഗറിൻ്റെ ബോഡി ഫുള്ള് കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങളിൽ ഒരു റെഡൊക്കെ വരുന്ന ഭാഗങ്ങളിൽ കുറച്ച് കളർ വരാതെ ഉണ്ട്, നമുക്കിപ്പം ചെയ്യാം. സെക്കൻഡ് കോട്ടിലോട്ടാണ് പോകുന്നത്. വൈറ്റ് ഫിഗർ നമുക്ക് പിന്നീട് ചെയ്യാമേ. വൈറ്റിൽ ഷെയ്ഡ് കൊടുത്താൽ ഉടനെ ഡോട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിങ്ങനെ വെറുതെ വാഷ് ചെയ്ത് പോകാൻ പറ്റില്ല, ഫുള്ള് വാഷ് ചെയ്യുന്നില്ല. ചെറിയൊരു ഷെയ്ഡ് കൊടുക്കും, ഉടനെ ഡോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡോട്ട് ഇട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ബോഡി ക്ലിയറായിട്ട് വൈറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വൈറ്റിലൊക്കെ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഭാഗം ഒരു ഭാഗം മാത്രമായിട്ടല്ല, ആ ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻസ് നമുക്ക് വൈറ്റ് കൊടുത്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വൈറ്റ് ഫിഗർ ലാസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ബ്ലൗസിൻ്റെ സെക്കൻഡ് കോട്ടിലോട്ട് പോവുകയാണ്. ഇന്നലെ പറഞ്ഞിരുന്നു ബ്ലൗസിൻ്റെ കോട്ടെന്ന് പറയുന്നത് 2 ഡ്രോപ്പ് ക്രിംസണും 1 ഡ്രോപ്പ് സ്കാർലറ്റും കൂടെ മിക്സ് ചെയ്ത കളറാണ്. ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം ഒരു ബ്ലൗസ് ചെയ്യണം കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങളൊരു സാരി ആയതുകൊണ്ട് നമുക്കവിടെ ബ്ലൗസ് അല്ലാതെ മുലക്കച്ച മാത്രമായിട്ട് കാണിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് വരും. നോർമലി നമ്മൾ മ്യൂറലിൽ സാരി അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെസ്റ്റ് പോർഷൻ്റെ ഹാഫ് കവർ ചെയ്താലും വലിയ വൃത്തിയായിട്ട് തോന്നാറില്ല. രണ്ട് ഡ്രോപ്പ് ക്രിംസണും 1 ഡ്രോപ്പ് സ്കാർലറ്റുമാണ്. 2 ഡ്രോപ്പ് സ്കാർലറ്റും 1 ഡ്രോപ്പ് ക്രിംസണും. ക്രിംസൺ എന്ന് പറയുന്നത് നമ്മൾ മ്യൂറലിലുള്ള ഒരു റെഗുലർ കളറല്ല കേട്ടോ. ക്രിംസൺ നമ്മൾ മ്യൂറലിൽ അങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നൊരു കളറല്ല. സ്കാർലറ്റാണ് നമുക്ക് കൂടുതൽ റെഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന കളറ്. ക്രിംസൺ എന്ന് പറഞ്ഞൊരു പിങ്കിഷിൻ്റെ ഷെയ്ഡാണ്. അപ്പം പക്ഷെ നമ്മൾ അത് ഇങ്ങനെ എടുത്ത് കാണിക്കാത്ത വിധത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഭാഗവും നമ്മൾ ആ കളറാണ് ചെയ്തത്. കാണാമല്ലോ ഈ ഭാഗം കാലിൻ്റെ താഴെ വന്നിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഭാഗം, അവിടെ നമ്മളൊരു ചെറിയൊരു ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. കാണുന്നുണ്ടല്ലോ ഏത് ഭാഗമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം ചെയ്യുന്ന ഭാഗം മനസ്സിലാവുന്നുണ്ടല്ലോ. 2 ഡ്രോപ്പ് സ്കാർലറ്റും 1 ഡ്രോപ്പ് ക്രിംസണും കൂടെ നമ്മളിതിൽ മിക്സ് ചെയ്തില്ലേ. എന്നിട്ട് 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിലാണ് നമ്മളിതിൽ മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് 3 ഡ്രോപ്പ് കളറുണ്ട്. അപ്പം 9 ഡ്രോപ്പ് വരെ നമ്മൾ വാട്ടർ ഇതിനകത്ത് ആഡ് ചെയ്യും.
2 ഡ്രോപ്പ് സ്കാർലറ്റ് 1 ഡ്രോപ്പ് ക്രിംസൺ ആണ് കേട്ടോ. പക്ഷെ ഇന്നലെ കാലിന്റെ അവിടെ വെറും പിങ്ക് ആണ് കൊടുത്തത് അല്ലേ? ആ ക്രിംസൺ മാത്രം കൊടുത്തത്, കറക്റ്റ് ആണോ? അല്ല, കാലിൻ്റെ അവിടെ ഇല്ല, അതിൻ്റെ അടിയിലുള്ളത് നമ്മൾ ബ്ലൗസിന് കൊടുത്ത സെയിം കളർ തന്നെയാണ് കൊടുത്തത്. വെറും ക്രിംസൺ അല്ല? അല്ല, നമ്മൾ ക്രിംസൺ കൊടുത്തത് കാലിലാണ്, വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് കാലിലാണ് കൊടുത്തത്. ഇതെവിടെയാ ചെയ്യുന്നത്? ഡ്രസ്സിന്റെ ഇടയില? ആ, ഡ്രസ്സിന്റെ ഇടയിൽ, അതിന്റെ ഇടയിൽ പ്ലീറ്റ് പോലെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അവിടെയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ കൊടുത്ത് ബ്രഷ് വെച്ച് തന്നെ ഒന്ന് ലയിപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം വെച്ച് ലയിപ്പിക്കാം. പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലയിപ്പിച്ചതേ ഉള്ളൂ. അടുത്ത കോട്ടിൽ വെള്ളം കൂടെ സ്മജ് ചെയ്ത് ഡാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. 2 കോട്ടയും 1 കോട്ടയുടെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യും. ഉണങ്ങി ഇനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ഏതാ അറിയാം. ബോബി മാമിൻ്റെ മൈക്ക് മ്യൂട്ടല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്, റെഡൊന്ന് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നലെ നമ്മൾ ചെയ്തതാണ് ഈ സെക്കൻഡ് ലേണിയുടെ ബ്ലൗസ് കേട്ടോ. സെക്കൻഡ് ലേണിയുടെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന സാഗ് ഗ്രീനാണ് ചെയ്യുന്നത്. ഒരു ഡ്രോപ്പിന് 3 ഡ്രോപ്പ് വരെ വാട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കോട്ട് നമുക്കൊരു ഇരുണ്ട പച്ചയാണ് വേണ്ടത്, നല്ല ഡാർക്കായിട്ടുള്ള. അതുകൊണ്ട് തന്നെ 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് സാഗ് ഗ്രീന് 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ, 2 ഡ്രോപ്പ് സാഗ് ഗ്രീൻ 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ്. അപ്പം അത് നമുക്ക് കുറച്ചൊരു ഇരുണ്ട കളറായിട്ട് അതിനകത്ത് കിട്ടും കേട്ടോ. 2 ഡ്രോപ്പ് സാഗ് ഗ്രീനും 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. പ്രഷ്യൻ ബ്ലൂ കേട്ടോ. പ്രഷ്യൻ ബ്ലൂ നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു കളറാണ്. ടു ഡ്രോപ്പ് സാഗ് ഗ്രീനും 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ് കേട്ടോ. ഷിംബു കണ്ടില്ല, അത് നമ്മൾ ഏകദേശം 3 ഡ്രോപ്പ് കളറാണെങ്കിൽ 9 ഡ്രോപ്പ് വരെ വാട്ടർ ചേർക്കും കേട്ടോ. അതിൻ്റെ നല്ലപോലെ അതൊന്ന് ഡാർക്ക് ആവുന്ന ലൈറ്റ് ആവുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ചേർക്കും. ഒരുപാട് ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും വാട്ടറിൽ ചേർത്ത് കുറച്ച് ലൈറ്റ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. മൂന്ന് ഡ്രോപ്പിന് 9 ഡ്രോപ്പ് വെള്ളം. അതെ, 1 ഡ്രോപ്പിന് 3 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ കേട്ടോ. ഇതേ കളർ തന്നെ നമ്മൾ വെള്ളം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ആദ്യമേ നമുക്കൊരു ബ്ലാക്ക് ഫീൽ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കും നമ്മൾ 1 കോട്ടൂടെ സെയിം കളർ ഉണങ്ങിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പം ചെയ്ത് 1 കോട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും 1 കോട്ടൂടെ ഈ ബ്ലൗസിലങ്ങ് ചെയ്താൽ മതി. ചെറിയ ബ്രഷ് ഇട്ട് ചെയ്യണേ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ബ്രഷാണ്, ഞാൻ വലുതിട്ട് ചെയ്യുന്നു. കഴിയുന്നത് നിങ്ങൾ ചെറുതിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് ഇത്രയും ഡാർക്കായ കളറായതുകൊണ്ട് തെറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ വൈറ്റൊക്കെ ആണെങ്കിലും പല കോട്ടുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെറിയ ബ്രഷ് ഇട്ട് തന്നെ ചെയ്യുന്നത്.
മാം ഫസ്റ്റ് ലേഡിയുടെ ആ ആ സാരിയുടെ താഴ്വശമില്ലേ ആ കാലിന്റെ ഭാഗമായിട്ട് വരുന്ന അതെ അവിടെ പിങ്ക് കൊടുത്തിരുന്നില്ലേ, അവിടെ വീണ്ടും കളർ ചെയ്തിരുന്നോ ഇപ്പം? കാലിന്റെ താഴെ പിങ്ക് തന്നെയാണ് കാണാവോ മാം? അല്ലല്ല, ഞാൻ പറഞ്ഞ ഞുറിവ്. ആ ഞൊറിവിന് നമ്മൾ പിങ്ക് അല്ല കൊടുത്ത് 2 ഡ്രോപ്പ് സ്കാർലറ്റും 1 ഡ്രോപ്പ് ക്രിംസണും കൂടെ ചേർത്ത് റെഡ് ആണ്. അത് മനസ്സിലായി. അതിലിപ്പോൾ നമ്മൾ വീണ്ടും സെയിം കളർ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. സെയിം കളറിൽ 2 ഡ്രോപ്പ് സ്കാർലറ്റും 1 ഡ്രോപ്പ് ക്രിംസൺ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത ലെവലിൽ നമ്മൾ വാട്ടർ കൂടെ ചേർത്തൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ, ഒന്ന് ഉണങ്ങട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതേ കളർ നമ്മളിപ്പം പ്രഷ്യൻ ബ്ലൂവും ഈ കളറും കൂടെ മിക്സ് ചെയ്തില്ലേ, ഇതേ കളർ തന്നെ നമ്മളിവിടെ ഗ്രീൻ കൊണ്ട് കുറച്ച് സ്റ്റോണൊക്കെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോൺ വരച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് അതേ കളറാണ് കൊടുക്കുന്നത്. പക്ഷെ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കിയൊന്ന് കണ്ടോ. ഈ ഒരു ഭാഗം ഇത് നമ്മളൊന്ന് ലയിപ്പിക്കാനായിട്ട് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കുറച്ചൊന്ന് ലയിപ്പിച്ചെടുക്കും. കണ്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ കളർ ചെയ്യും. അതിനൊരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് ലയിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടേക്ക് ലയിപ്പിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അത് ഇരുണ്ടുള്ളൂ. കണ്ടോ, നമുക്ക് ഫുള്ളായിട്ട് ഡാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഔട്ട്ലൈൻ മാത്രം. ഇതിന് വളരെ ചെറിയ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ മാം ആ ഫസ്റ്റ് ലേഡിയുടെ രണ്ടാമത്തെ കൈ ഒന്ന് കാണിക്കും. ഞാൻ ഓൾറെഡി യെല്ലോ മിക്സ് ചെയ്തു, അതൊന്ന് അടിക്കണം. ഈ കൈയാണ് മാം ഫസ്റ്റ് ലേഡിയുടെ കൈ. അതെ. ആ മേലെ വെച്ചാക്കണ കൈ. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ബോഡി കാഡ്മിയം യെല്ലോ അല്ലെങ്കിൽ ക്രോം യെല്ലോ കേട്ടോ. നമ്മൾ 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ കേട്ടോ, ഇരട്ടി അളവിൽ വെള്ളം. മാം കണ്ടിന്യൂ ചെയ്തോ, ഞാൻ കണ്ടു കേട്ടോ. താങ്ക് യു. ഓക്കെ. ഇതിൽ നമ്മൾ ഈ ആർച്ചിന് ഒരു ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയും നമുക്ക് ഈ ഒരു കളറാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്കത് ഒരു സ്റ്റോൺ പോലെ ഇങ്ങനെ വന്ന് നമ്മൾ നിന്ന് കുറച്ചൊന്ന് വെള്ളം വെച്ചൊന്ന് ലയിപ്പിക്കുന്നുണ്ട്. ബോഡി ഒരു വാഷിംഗ് ആണോ ചെയ്തിരിക്കുന്നത്? ആ ബോഡി ഒറ്റ വാഷിങ് മാം, അതാണ് പറഞ്ഞത്. കാഡ്മിയം യെല്ലോ എടുത്ത് നല്ലപോലെ ഉണങ്ങിയിട്ട് അടുത്ത് ഷെയ്ഡിങ് കൊടുക്കുള്ളൂ കേട്ടോ. കാഡ്മിയം യെല്ലോ 1 ഡ്രോപ്പ് എടുക്കുമ്പോൾ ഇരട്ടി അളവിന് വെള്ളം ചേർക്കും കേട്ടോ. ഒരുപാട് ലൈറ്റ് ആക്കത്തില്ല. ഒരുപാട് ലൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ 3-4 ഡ്രോപ്പ് എടുക്കണം. ഇതിപ്പം നമ്മൾ 1 ഡ്രോപ്പിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന നിലയിൽ മിക്സ് ചെയ്തിട്ട് വാഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മാം ഈ ലേഡിയുടെ ബ്ലൗസ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതാ ഈ ഇതും ചെയ്ത് ഇതിൻ്റെ ചെയ്ത് ഇത് റെഡ് ചെയ്ത് ഏത് ക്രിംസൺ റെഡ് മാത്രമാണോ? അല്ല, 2 ഡ്രോപ്പ് സ്കാർലറ്റിനോട് 1 ഡ്രോപ്പ് ക്രിംസൺ കേട്ടോ. രണ്ടാമത്തെ കോട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ആദ്യത്തെ കോട്ട് അതിന് നമ്മൾ ഒരു 3 ഡ്രോപ്പ് കളറിന് ഒരു 9 ഡ്രോപ്പ് വരെ വാട്ടർ ചേർക്കും. 1 ഡ്രോപ്പിന് 3 ഡ്രോപ്പാണ് നമ്മൾ ലൈറ്റായിട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ വാട്ടറിൻ്റെ അളവ്. അപ്പോൾ 3 ഡ്രോപ്പ് ആകുമ്പോൾ 9 ഡ്രോപ്പ് വരെ വാട്ടർ ചേർക്കും കേട്ടോ. മാം അത് 2 വാഷ് ചെയ്തോ? ഇത് 2 വാഷ് ചെയ്തിട്ടുണ്ട്.
മൂന്നാമത്തെ വാഷിങ്ങിൽ ഫില്ലാവും കേട്ടോ. ബ്ലൗസിലൊന്നും വലിയ ഷെയ്ഡ് കൊടുക്കുന്നില്ല, ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചെറിയ ഏരിയ അല്ലേ, അതിലിട്ട് നമ്മൾ കോളമൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ പാടാണ്. നമുക്കിപ്പം ഇവിടെ ഈ ഒരു ഗ്രീൻ ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്യണം കേട്ടോ. നമ്മൾ സാഗ്രീൻ ചെയ്തെടുത്തല്ല, ലൈറ്റ് ഗ്രീൻ ചെയ്തെടുത്ത് കേട്ടോ. ലൈറ്റ് ഗ്രീൻ ചെയ്തെടുത്ത് നമുക്കിതുപോലെ ഒരു ഷെയ്ഡ് കേട്ടോ. 2 ഡ്രോപ്പ് സാഗ്രീനോട് 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ഗ്രീനാണ് കിട്ടുന്നത് കേട്ടോ. ബ്ലൂ ഉണ്ടെങ്കിലും ഡാർക്ക് ഗ്രീനാണ് കിട്ടുന്നത്, കാരണം ഗ്രീനിൻ്റെ അളവാണ് കൂടുതൽ വരുന്നത് കേട്ടോ. ഇനി ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലൊരു ഡിസൈനാണ് കേട്ടോ. നമ്മൾ സാധാരണ പെൻസിൽ കൊണ്ട് വരയ്ക്കാതെ ബ്രഷ് കൊണ്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ്. നമ്മളിന്നലെ ഉപയോഗിച്ച അതേ കളറാണ് നമ്മളിന്നലെ ഉപയോഗിച്ചത്. ഇവിടെ ഏത് ബ്ലൂ ആണ് ഉപയോഗിച്ചത്? പതല്ലോ ബ്ലൂ ആണ് അല്ലേ? പതല്ലോ ബ്ലൂ ആണ് യൂസ് ചെയ്തത്. അതേ കളർ, 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് എന്ന ലെവലിൽ വാട്ടർ മിക്സ് ചെയ്യണം. സെയിം കളർ തന്നെയാണ് സെക്കൻഡ് കോട്ടിലോട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ സെക്കൻഡ് കോട്ടിൽ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നല്ലപോലെ വാട്ടർ ചേർക്കുമ്പോഴാണ് പതലായാലും പ്രഷ്യൻ ബ്ലൂ ആയാലും നമ്മുടെ സെറൂലിനൊക്കെ ആയാലും വളരെ ലൈറ്റ് ആവുന്നത് കേട്ടോ. നമ്മൾ ഡാർക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു കളറൊക്കെ ആയിട്ടായിരിക്കും നമുക്കതിനകത്ത് തോന്നുന്നത് കേട്ടോ. നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സീ ഇടുകയാണ്. ആദ്യം നമുക്ക് ഈ ആർച്ചിന് ചേർത്ത് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് വളരെ ലൈറ്റ് കാണുന്നില്ല. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ കാണാം മാം. ഓക്കെ, ഇതിൽ നമ്മളിത് ഈ ഒരു ഔട്ടറിൽ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള കളർ തന്നെയാണ്, പിന്നെ അതിൻ്റെ പുറത്ത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ആവുന്നത് കേട്ടോ. ലൈറ്റായിട്ട് തന്നെയാണ്. എന്നിട്ട് നമ്മളിത് ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു സീ പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. പതല്ലോ ബ്ലൂ മാത്രമാണ്? പതല്ലോ ബ്ലൂ മാത്രമാണ് മാം. നല്ല ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിത് 2 കോട്ടൊക്കെ കൊണ്ടാണ് 3 കോട്ടാണ് എപ്പോഴും ഒരു പിക്ചർ. ഫസ്റ്റ് കോട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് കോട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ 1 കോട്ടൂടെ നമ്മളിതിന് വേണ്ടി ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈറ്റായിട്ട് ചെയ്യുമ്പോഴുള്ള കാരണം നമ്മളിത് ഡയറക്റ്റ് ബ്രഷ് കൊണ്ട് വരയ്ക്കുകയായിരിക്കും. അപ്പോൾ തെറ്റാതെ നമുക്ക് തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. ലൈറ്റായിട്ട് അടിയിലല്ലേ വരുന്നുള്ളൂ എന്നൊരു ഫീലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സീ ആണ്. പതല്ലോ ബ്ലൂ 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ വളരെ ലൈറ്റായിട്ടൊരു വാഷ് കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ പൊതുവേ ഈ ഒരു ആർച്ച് എവിടെയൊക്കെയാണ് വരുന്നത്? ഗണപതിയുടെയൊക്കെ ബാക്കിലൊരു എന്താണ് ഒരു മണ്ഡപം പോലെ അല്ലെങ്കിൽ ഒരു വൃത്ത രീതിയിലൊക്കെ വരുമ്പോൾ കൊടുക്കും. ദേവികളുടെ ബാക്കിലൊക്കെ വരുന്ന ഒരു സിംഹാസനത്തിൻ്റെയൊക്കെ ബാക്ക് വരുന്നിടത്തൊക്കെ നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് മിക്കവാറും ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഗണപതിയുടെ തന്നെ മുകളിൽ കൊടുക്കുന്ന ഡ്രസ്സുകൾക്ക് ഈ ഒരു പാറ്റേൺ ഡിസൈൻ കൊടുക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരുപാട് പാറ്റേൺസ് വരുന്നതൊന്നും പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ റെഡ് കൊണ്ട് വരയ്ക്കാറില്ല. നമ്മൾ അതേ കളർ കൊണ്ട് വരച്ചിടുകയാണ്. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് ബ്ലാക്ക് പോലും വരയ്ക്കേണ്ട, ഈ ഒരു കളർ കൊണ്ട് തന്നെ ഡാർക്കാക്കിയാണ് 3ാമത്തെ കോട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ലൈറ്റാക്കി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ സി പോലെ കൊടുത്തെടുത്തു, എല്ലാ ഭാഗങ്ങളിലും കൊടുത്തെടുത്തെന്ന് വെച്ചു. രണ്ടാമത്തെ നമ്മൾ ഇതിൻ്റെ 2ൻ്റെയും ഇടയ്ക്കായിട്ട് അതിൻ്റെ ഈ 2ൻ്റെയും ഇടയ്ക്കായിട്ട് വീണ്ടും ഒരു സി ഉണ്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ.
ഇങ്ങനെയാണ്. അങ്ങനെ താഴെ താഴെ ഓരോ ആണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ബ്ലൂവിലും ഒത്തിരി വെള്ളം ചേർത്തിട്ടുണ്ടോ? നമ്മൾ ആദ്യം ചേർത്തത് ഒരു ഡ്രോപ്പ്. ഞാൻ ഇപ്പോൾ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. ഇതിൽ നമുക്ക് അകത്തുള്ള ഷെയ്ഡ്സ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് തേർഡ് കോട്ട് കുറച്ചുകൂടെ ഡാർക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡ്രോപ്പിന് 3 ഡ്രോപ്പ് വാട്ടർ. മാം പിന്നെ യെല്ലോ കളറില് സാബ് ഗ്രീന്റെ ഡോട്ട് ഇട്ടില്ലേ അത്? മൂന്നാമത്തെ കോട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ബാക്കി എല്ലായിടത്തും ഞാൻ യെല്ലോ കളറൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻ ഇടുന്നു. ഞാൻ പറഞ്ഞത് പതുക്കെ നിങ്ങൾ ഇട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. സമയം എടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇന്ന് ഞാൻ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും കാണിച്ചു തരാം കേട്ടോ. അത് സാബ് ഗ്രീനിലെ 2 ഡ്രോപ്പ് വാട്ടർ ആണോ? അതെ, സാബ് ഗ്രീൻ ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലേഡിക്ക് ഒരു കോട്ടല്ലേ ഉള്ളൂ? ഒരു കോട്ട് കൊടുത്തേ ഉള്ളൂ. ഇനി സെക്കൻഡ് കോട്ട് നാളെ ഷെയ്ഡിങ് വിത്ത് നമ്മൾ ഡോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വാഷിംഗ് ആണെങ്കിൽ നമുക്ക് 2 കോട്ട് കൊടുത്തിട്ട് ഷെയ്ഡിങ് മാത്രം ചെയ്യാം. പക്ഷെ നമ്മളിതിനകത്ത് ഡോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഡോട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ചെയ്ത് ഓക്കെ ആയി ഡോട്ട് ഓക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് എന്നുള്ളത് കേട്ടോ. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ എല്ലാവരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡോട്ടിലോട്ട് പോകാത്ത. അല്ലെങ്കിൽ അത് നമ്മൾ ഒരു വാഷിങ് കഴിഞ്ഞ് നല്ലപോലെ ഉണങ്ങിയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലപോലെ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എങ്കിലും എടുത്താലേ അത്യാവശ്യം ഒരു ഭാഗത്ത് കളർ നന്നായിട്ട് ഉണങ്ങത്തുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും കൈകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ അത്രയും ഡിസൈൻസ് ഉൾപ്പെടുത്തണമെന്നില്ല. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി കൊടുക്കും. പക്ഷെ അത് വളരെ ചെറുതായിട്ട് വരച്ച് വരുമ്പോഴേ ട്രേസ് ചെയ്ത് വരുമ്പോൾ നമ്മളങ്ങ് മടുത്തു. ഇതൊക്കെ നമ്മൾ വരയ്ക്കാൻ പഠിക്കുന്നതിലൂടെ ചിലപ്പോൾ ചെറിയ കറക്ഷൻസൊക്കെ വരും. അതൊന്നും പ്രശ്നമില്ല. നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ ഇത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈ ബാലൻസ്ഡ് ആവുകയാണ്. നമ്മൾ ചില ഓട്ടോമാറ്റിക്കലി വരയ്ക്കാനുള്ള സ്കില്ല് സ്വയം ഇങ്ങനെ വരച്ച് വരുമ്പോൾ നമുക്കിവിടെ നേടുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും ട്രേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് ലൈവ് ഡ്രോയിങ്സ് വരയ്ക്കാനുള്ള സ്കില്ലുണ്ടാകത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഡിസൈൻസുകൾ അല്ലെങ്കിൽ വരച്ച പടം തന്നെ ഒന്ന് ചെറുതായിട്ട് ബുക്കിൽ വരച്ച് നോക്കണം. അങ്ങനെയൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നത് നമുക്കിത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. പ്രേമലത മാം ഇന്നലെ ഇല്ലായിരുന്നു ആണല്ലേ?
ഇങ്ങനെ ഇല്ലാത്ത ആരിന്ന് വേറെ ഒരു ക്ലാസ്സിലുണ്ട്? ഞാൻ ഉണ്ട്. എനിക്ക് ഫീവറായിരുന്നു. സാറിന്റെ പേര് പറയൂ. ബിന്ദു. ബിന്ദു ശബ്ദം പോയിരിക്കും. ഓ ബിന്ദു. ഏതിനായി ബിന്ദു മാം? ഞാന് സ്കെച്ചുകാരെ ആയതേ ഉള്ളു. അത് കഴിഞ്ഞ് പനി അടിച്ച് ടൂർ പോയി വന്നിട്ട് സ്കെച്ചായി. പിന്നെ പനി അടിച്ച് കുഴപ്പമില്ല മാം. ആദ്യത്തെ നമ്മൾ ചെയ്തതല്ലേ ലാസ്റ്റ് സപ്പർ എന്തോ കളിക്കൊണ്ടാണ്. കളിക്കുന്നുണ്ട്. കുറച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ചെയ്ത് തുടങ്ങിയിട്ട് സ്കെച്ച് ഇട്ടിട്ട് ഏത് കളറാണെന്നൊക്കെ ചോദിച്ചാൽ വോയിസ് നോട്ടൂടെ കഴിയുന്നത് ഇട്ട് തരാം കേട്ടോ. ഗ്രൂപ്പിൽ തന്നെ ഇട്ട് തരാം. കുറച്ച് ഇതിൽ നമ്മൾ ഒരു ലൈറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചെറിയ വരകളിങ്ങനെ കൊടുക്കണം. ഇപ്പം ഞാൻ ഡാർക്കായിട്ട് വരയ്ക്കുകയാണ്, ക്ലിയറായിട്ട് കാണാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ചെയ്തത് ഒരു കോട്ടൂടെ ഇങ്ങനെ ഒരു 3 or 4 വര, 3 ആയാലും 4 ആയാലും കേട്ടോ. ഓരോ ആർച്ചിനകത്തും ഇങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത് കേട്ടോ. മാം കാണാൻ പറ്റുന്നില്ലല്ലോ, ഒന്ന് സൂം ചെയ്യാമോ മാം? നിങ്ങൾ ഫോണിലൊന്ന് സൂം ചെയ്ത് നോക്കൂ. ഫോണിലൊന്ന് സൂം ആക്കാൻ പറ്റുമല്ലോ. ഇതേ ഇപ്പം ഈ വരുന്നതിൽ ഇങ്ങനെ 3 ഉണ്ടാകും കണ്ടോ. 3 പേപ്പറിലൊന്ന് വരച്ച് കാണിച്ചു തരാവേ. നമ്മൾ ഈ ഒരു ആർച്ച് പോലെ വരുന്നിടത്ത് ഫസ്റ്റ് നമ്മളിങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് താഴോട്ട് ഇങ്ങനെ വരത്തക്ക വിധത്തിൽ, ചിലപ്പം കറക്റ്റായിട്ടായിരിക്കില്ല, എന്നാലും ഈ ഒരു ആർച്ച് വരും. വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ല സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഡാർക്ക്നെസ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വര കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അല്ലാതെയാണ് വരച്ചിരിക്കുന്നത്. ചിലതിൽ നമുക്ക് 3 എണ്ണം കൊണ്ട് നിർത്താം. ചിലതിലൊക്കെ ആണെങ്കിൽ ഗ്യാപ്പ് നമ്മൾ വലിയ ആർച്ച് പോലെ വരെയാണെങ്കിൽ നമുക്ക് 4 എണ്ണം വരെ വേണ്ടി വരും. ഇങ്ങനെയാണ്. മനസ്സിലായോ? ഈ രീതിയിൽ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ ലൈറ്റായിട്ട് ഒരു കോട്ട് ചെയ്തിട്ട് അടുത്ത കോട്ടിൽ 000 ബ്രഷ് ഉപയോഗിച്ച് വളരെ ഡാർക്കായിട്ട് ചെയ്യണം. നമ്മളിതിൽ ബ്ലാക്ക് വരയ്ക്കാത്തതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡും ഒരു ലൈനുമാണ് ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ തിന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന വളരെ തിന്നായിട്ട് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. വളരെ തിന്നായിട്ടും വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ പക്ഷേ ഇതിനകത്തൊരു 0 ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് വീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് വീതിക്കാണ് ഈ ആർച്ച് വരയ്ക്കുന്നത്. അതുപോലെ ഇതിലുള്ള വരകൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇത് ഫസ്റ്റ് കോട്ടിൽ നമ്മൾ ചെയ്യും. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡാർക്കായിട്ട് ഈ കളർ തന്നെ പതല്ലോ ബ്ലൂ തന്നെ കൊണ്ട് നടുക്ക് വളരെ തിന്നായിട്ടുള്ള ഈ വരകൾ, ഇത് ഉണങ്ങാത്തതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല വരയ്ക്കും. അപ്പോൾ നമുക്കതൊരു ഷെയ്ഡും ഡാർക്കുമായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഷെയ്ഡാണ്, ഷേപ്പിൻ്റെ ഷെയ്ഡാണ് ചെയ്യുന്നത്. തേർഡിലാണ് നമ്മൾ ഫിനിഷിങ് ലൈൻ വരയ്ക്കുന്നത് കേട്ടോ. ബ്ലാക്കിന് പകരമുള്ള ഫിനിഷിങ് ലൈൻ വരയ്ക്കുന്നത്. ഇത് കുറച്ച് വീതിക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ.
മാം ഈ ആ സി ഷേപ്പും അതിന്റെ ഉള്ളിലെ ലൈൻസും സെക്കൻഡ് കോട്ട് സെയിം കളർ തന്നെയാണോ? വാട്ടർ ഒക്കെ 3 ഡ്രോപ്പ് തന്നെയാണോ വേണ്ടത്? ഡാർക്ക് അല്ല, ഞാൻ പക്ഷെ ഇതിനകത്ത് കുറച്ച് ഡാർക്ക് ആക്കിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ സെയിം കളർ തന്നെ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ വരകളുടെ ഇടയിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യത്തെ ഈ ലൈറ്റ് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ലൈറ്റ് ആദ്യം പ്ലെയിനാണ്. ആ പ്ലെയിൻ എവിടെ കൂടെ കാണാൻ പറ്റും? ഈ ലൈറ്റിലൂടെ കാണാൻ പറ്റും. വരകൾ മാത്രം ഹൈലൈറ്റ്. തേർഡ് കോട്ടിൽ നമ്മൾ ഇതിൻ്റെ ഷാർപ്പ് ബ്ലാക്ക് പോലത്തെ ഒരു ലൈനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്ക്നെസ് ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. ഇന്നലെ ചെയ്ത ഭാഗം, ഇന്നലെ ഒരു കോട്ട് ചെയ്തത് കൊണ്ടാണ്. ഇന്നലെ ചെയ്ത പോലെ ഒരിക്കൽ കൂടി ഇന്ന് ഇവിടെ ചെയ്യണോ? ഈ ഭാഗത്ത് ചെയ്യണോ? മറ്റൊരു തേർഡ് കോട്ട് കാണിക്കും. ഫസ്റ്റ് കോട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കും. ഇവിടുത്തെ ഡിസൈൻ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. നമ്മൾ സാബ്രീന് ഒരു ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിലാണ് നമ്മൾ മിക്സ് ചെയ്തത് കേട്ടോ. സാർ ഒരു കോട്ട് കളറിന് 2 കോട്ട് കളർ അല്ല വാട്ടർ എന്ന ലെവലിലാണ്. അപ്പം നമ്മൾ കാണാമല്ലോ ഈ ഭാഗം. ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് ചെറുതായിട്ട് ചെറിയ ഭാഗമാകുമ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ വരകളിലും ഇന്നലെ ആരോ ഡിസൈനിൽ ചോദിച്ചത്, ഞാൻ പിന്നെ ഡിസൈനിൽ കുറച്ചുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. മാം ഇത് യെല്ലോ ഓക്കർ വെച്ചിട്ട് ആദ്യം ചെയ്തതിന് ശേഷം ആണ് സാബ് ഗ്രീൻ വെച്ച് ചെയ്യണത് അല്ലേ? യെല്ലോ ഓക്കർ നമ്മൾ വാഷ് ലൈറ്റായിട്ട് വാഷ് ചെയ്ത് 3 കോട്ട് വരെ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ സാബ് ഗ്രീൻ കൊണ്ട് ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ 3 കോട്ടും നമ്മൾ ഇതേ ടൈപ്പിൽ ഡോട്ട് ഇട്ട് എടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇന്നലെ ഒരു 2 കോട്ട് വരെയൊക്കെ ഞാനിവിടെ ചെയ്തു. ഇതിപ്പോൾ ഫസ്റ്റ് ഡോട്ടിംഗ് ആണോ ലയിപ്പിക്കലാണോ എന്താ ചെയ്യണേ മാം? ഡോട്ടാണ് കേട്ടോ. ചെറിയൊരു ഡോട്ടാണ്. ലയിപ്പിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പിക്ചർ ലയിപ്പിച്ച് ചെയ്യാമെന്നായിരുന്നു, കാരണം എനിക്ക് ഇത്രയും ഡോട്ട് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. സമയമുള്ളവർ ഡോട്ട് ചെയ്യാൻ ഇന്നലെ പറഞ്ഞു, അല്ലാത്തവർ ലയിപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഈ ഒരു ഭാഗത്താണ് ചെയ്തത്. കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ ചെയ്ത ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഒരു കോട്ട് കൊടുത്തിട്ട് സെക്കൻഡ് കോട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഞാനിപ്പോൾ ചെയ്തത് ഇപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ തേർഡ് കോട്ടാണ്. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് കോട്ടാണ്. ഇവിടെയാണ് തേർഡ് കോട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് കോട്ടിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നു കണ്ടോ. ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ അതിനെ ഒന്ന് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. അതിൽ ഡോട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എവിടെയൊക്കെ
എല്ലോക്കർ ഉണ്ടോ ഇതേപോലെ ചെയ്യണം അല്ലേ മാം? എല്ലാം ഓരോ ഡിസൈൻ നമ്മൾ വരച്ചതിൻ്റെ ഔട്ടറായിട്ടാണ് ഗ്രീൻ കൊടുക്കുന്നത്. മനസ്സിലായി? സെൻറ്ററിൽ നിന്ന് കൊടുക്കില്ല. നമുക്ക് എവിടെയൊക്കെ ലൈൻസ് ഉണ്ടോ ആ ലൈൻസിൻ്റെ അടുത്തുനിന്ന്, ഇപ്പോൾ ഇവിടെ ബോർഡർ ലൈൻസ് ഉണ്ട്, ഇവിടെ ലൈൻസ് ഉണ്ട്, ഇവിടെ ലൈൻസ് ഉണ്ട്. അപ്പോൾ ലൈൻസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഡോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ അടുത്തൊരു ഔട്ട്ലൈൻ സാബ്ഗ്രീൻ, അല്ല സാബ്ഗ്രീൻ വാഷ് ചെയ്യല്ല ചെയ്യുന്നത്. സാബ്ഗ്രീൻ ഇപ്പോൾ എവിടെ ഈ ഒരു ഭാഗം കാണാമല്ലോ, ക്യാമറ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഗ്രീൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഉടനെ ആ കളറിനെ ഒന്ന് സ്മജ് ചെയ്യിപ്പിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയിപ്പോയി, അളവില്ലാതെ എടുത്തത് കൊണ്ടാണ്. കുറച്ചുകൂടെ ഡാർക്കാണ് കേട്ടോ കളർ, കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കും. ഞാൻ ഇന്നലെ പേപ്പറിൽ വ്യക്തമായിട്ട് കാണിച്ചാൽ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. പേപ്പറിൽ ഇന്നലെ ഗ്രീൻ വെച്ച് കൊടുക്കുന്ന ഡോട്ടിൻ്റെ ഇട്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഔട്ട്ലൈൻ ഉണ്ട്, അപ്പോൾ അവിടെയും കൊടുക്കുന്നു. ഇവിടെ നിന്നുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ട്, അവിടെയും കൊടുക്കുന്നു. എന്നിട്ട് ഇത് ഡോട്ടാക്കിയാണ്. മാം ഈ ഡോട്ട് ചെയ്യുന്നത് ഒറ്റ കോട്ട് ചെയ്താൽ മതിയോ? ഇല്ല, 3 കോട്ട് ചെയ്യണം. അത് സമയം എടുക്കും മാം. അപ്പോൾ നമുക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഷെയ്ഡ് കൊടുത്താലും മതി കേട്ടോ. ഷെയ്ഡ് കൊടുത്തിട്ട് ഞാൻ ഇന്നലെ ഇവിടെ കാണിച്ചാൽ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പേപ്പറിൽ ഒന്ന് ഒരിക്കൽ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഷെയ്ഡ് നമുക്ക് സമയം ഇല്ലാത്തൊരു ഡോട്ടിന് മെനക്കെടരുത്. 3 കോട്ട് ഡോട്ട് എന്ന് പറയുന്നത് നല്ല സമയമെടുക്കും. കാരണം ചിത്രം വലുതാണ്. ചിത്രത്തിൽ ഏകദേശം ഒരു 25% ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മൾ ബാക്കി ഒരു 75 ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പിക്ചറിനും ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്, ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 25% എന്ന് പറയുന്നത് ഡോട്ട് ഇട്ട് എടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ടൈം നമുക്ക് പോകും. 2 കോട്ടല്ല 3 കോട്ടെങ്കിലും മിനിമം എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഷെയ്ഡായാലും ചെയ്താൽ മതി. ഇന്നലെ ഇല്ലാത്തൊരു കുറവാണ്. ഇപ്പോൾ ഇത് ഇന്നലെ ഞാൻ ഡോട്ട് ഇട്ട് കാണിച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഒരു വര ഇട്ടിട്ട്, അതായത് ഒരു വര കാണാമല്ലോ, വര ഇട്ടിട്ട് പേപ്പർ കൊണ്ട് എളുപ്പം ലയിക്കും. നമ്മളിങ്ങനെ കുത്തി 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 കൊടുക്കുന്നതാണ് ഡോട്ട് എന്ന് പറയുന്നത് കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് എളുപ്പം ചെയ്യുമെന്ന് കളറിൽ മുക്കി തന്നെ കാണിക്കാം. ഇത് ഫസ്റ്റ് കോട്ടാണ്. ആ കളർ തീരുന്ന വരെ നമ്മൾ ബ്രഷിങ്ങിന് എൻഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഡോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കോട്ട്. സെക്കൻഡ് കോട്ട് നമ്മളിതൊന്ന് ഉണങ്ങിയതിന് ശേഷം, ഇതിപ്പോൾ സെക്കൻഡ് കോട്ട് വരെ ചെയ്തതാണ്. തേർഡ് കോട്ട് വീണ്ടും നമ്മളിത് കൊടുത്തിട്ട്, അപ്പോൾ ശരിക്കും നല്ലൊരു സാഗ്രീൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഫസ്റ്റ് കോട്ടിലൊക്കെ വളരെ ലൈറ്റായിട്ടൊരു ഷെയ്ഡേ തോന്നുള്ളൂ, പക്ഷെ തേർഡ് കോട്ടിൽ നല്ല ഡാർക്കായിട്ട്. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഡോട്ട് നന്നായിട്ട് പഠിച്ച് ക്ലിയറാക്കി എടുത്ത് ബ്രഷ് ബാലൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫേസൊക്കെ വളരെ എളുപ്പത്തിൽ ഡോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോൾ 5 മണിക്കൂർ എടുക്കണം. രണ്ടാമത്തെ പിക്ചറാകുമ്പോൾ അത് 3 മണിക്കൂർ റെഡ്യൂസ് ചെയ്യണം. അടുത്തൊരു മൂന്നാമതൊരു ചിത്രം വരയ്ക്കുമ്പോൾ വീണ്ടും ഇത് 2 മണിക്കൂറായിട്ട് കുറയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്പീഡ് ആൻഡ് ടൈമിങ് നമുക്ക് നല്ലപോലെ ചിത്രങ്ങൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ വല്ലപ്പോഴും ചെയ്യുമ്പോഴായിരിക്കും അതിന് കൺഫ്യൂഷൻസും കളേഴ്സ് ചെയ്യുന്നതിന് ടൈം കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഓൾറെഡി 3 കോട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്തത് സ്മഡ്ജിങ് മെത്തേഡാണ്. സ്മഡ്ജിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വര കൊടുത്താൽ അടുത്തതാ ഇവിടെ ചെയ്യുന്നു, അടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് സ്മഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് കോട്ട്. ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ സെക്കൻഡ് കോട്ടിലോട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കോട്ട് ജസ്റ്റ് ഇത്രയും ലയിപ്പിച്ചതേ ഉള്ളൂ. വരകളുടെ അടുത്ത് കളർ വെച്ചൊന്ന് ലയിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കൂടെ വെച്ച് സ്മഡ്ജ് ചെയ്തു. ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 കോട്ട് ചെയ്തതാണ്. മൂന്നാമത്തെ കോട്ടും ഞാൻ ഇത് മൂന്നാമത്തെ കോട്ട് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ഡോട്ടിലോട്ട് പോവുകയാണ്. കാരണം നമുക്കൊരു ഡോട്ട് ഫീല് വരാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ കോട്ട് നമ്മളിതൊന്ന് ചെയ്തിട്ട് ഡോട്ടിലോട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് ഇത് കളർ ഒട്ടും അധികം ആകാത്ത സ്ഥലത്തോട്ട് ചെറിയ ചെറിയ കുത്തുകൾ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി കാണുമ്പോൾ ഇത്ര എഫക്റ്റ് അല്ലെങ്കിലും ഒരു ഡോട്ടാണെന്ന് തന്നെ തോന്നും. ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്. വാഷ് ചെയ്ത് മാക്സിമം 2 കോട്ട് വരെ വാഷ് ചെയ്ത് ലയിപ്പിച്ചെടുക്കും. മൂന്നാമത് അതിൻ്റെ അകത്തോട്ട് ചെറിയൊരു ഡോട്ട് മാത്രം ഒന്ന് കാണിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ ചിത്രം ഫുള്ളി ഡോട്ട് ഷെയ്ഡ് ചെയ്തൊരു ഫീലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്മഡ്ജിങ് മെത്തേഡും ഡോട്ട് ഷെയ്ഡിങ് മെത്തേഡും നിങ്ങളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്.
ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഭാഗത്ത് വേണമെങ്കിൽ സ്പഞ്ചിങ് ചെയ്യാം, ചെറുതായിട്ടുള്ള ഭാഗത്ത് ഷെയ്ഡിങ്ങും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് ഇത് രണ്ടും നമ്മുടെ ഡിഫറൻസ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് എല്ലായിടും ഒരു ഓവറോൾ ഒരു ഡോട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഡോട്ട് ഫീൽ തോന്നുകയും ചെയ്യും. ഇത് ചെയ്യുന്നതിൻ്റെ പകുതി സമയം പോലും ഇത് ചെയ്യാൻ എടുക്കത്തില്ല. ഈ രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? യെസ് മാം. മാം നമ്മൾ ഈ ഡോട്ടിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ ബ്രഷ് 000 ആണോ? മൂന്നാമത്തെ കോട്ടാണ് 000. രണ്ടാമത്തെ ഒന്നാമത്തെ കോട്ട് നമുക്ക് 00 0 യൂസ് ചെയ്യാം. കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് വളരെ ചെറുതായിട്ട് 00 കൊണ്ടിട്ട് കഴിഞ്ഞാൽ ടൈം ഒരുപാട് എടുക്കും. നമ്മൾ കുറച്ച് വെള്ളമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം കുറച്ച് വലിയ ബ്രഷ് വെച്ചിട്ട് ഫാസ്റ്റായിട്ട് ചെയ്ത് പോകാം കേട്ടോ. ഫൈനൽ 3rd കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറിയ 000 ഇട്ട് കൊടുക്കണം കേട്ടോ. ഡോട്ട് ഇങ്ങനെ നമ്മൾ സമയമുള്ളവരാണെങ്കിൽ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ശരിക്കും റിയലായിട്ടുള്ള മ്യൂറൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് മ്യൂറൽ മാർക്കറ്റിൽ അവൈലബിൾ, എക്സിബിഷൻസ് പോലും കാണും. പക്ഷേ വാങ്ങുന്ന ഒരു 10,000 മുടക്കുന്ന ഒരു കസ്റ്റമർ ചിത്രത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതായിരിക്കും, ചിത്ര ആസ്വാദകനായിരിക്കും. അല്ലാതെ നോർമലായിട്ടുള്ള ഒരാൾ കൊണ്ട് 10,000 രൂപ മുടക്കി ഒരു പെയിൻറ്റിങ് വാങ്ങൂല. അയാൾ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാൻ 10,000 രൂപയുടെ പെയിൻറ്റിങ് ഒന്നും വാങ്ങില്ല. അപ്പോൾ പെയിൻറ്റിങ്സ് നമ്മുടെ റിലേറ്റീവ്സ് അല്ലാതെ പെയിൻറ്റിങ്സ് ആസ്വാദകർ പെയിൻറ്റിങ് വില കൊടുത്ത് വാങ്ങുമ്പോൾ അവർ ചിത്രത്തിൽ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻസുകൾ നോക്കും കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാഷ് ചെയ്താണോ, വളരെ കെയർലെസ് ആയിട്ട് ഒറ്റ സ്ട്രോക്സിൽ കളർ തീർത്തതാണോ, വേറെ ഷെയ്ഡ്സ് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, പ്ലെയിൻ ആണോ, പിന്നെ ഡോട്ടാണോ, ചുവർച്ചിത്രകലയുടെ പാരമ്പര്യമായ ശൈലികളാണോ, കളറുകളാണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് വാല്യൂ ആയിട്ടുള്ള പിക്ചേഴ്സ് വാങ്ങുന്ന കസ്റ്റമർ ഉറപ്പായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ട് ഡോട്ട് ചെയ്യുന്നു ഭയങ്കര സമയം എടുക്കുന്നു, മറ്റേത് ചെയ്താലും വ്യത്യാസമില്ലല്ലോ എന്ന് തോന്നരുത്. ചെയ്യുന്ന പെയിൻറ്റിങ്സിന് എപ്പോഴായാലും വാല്യൂവും കൂടുതലാണ്, പ്രൈസും കൂടുതലാണ് കേട്ടോ. ഞാനെന്താ പറഞ്ഞത്, ഏറ്റവും വലിയ കലാനിരൂപണ ചുവർച്ചിത്രങ്ങളെക്കുറിച്ച്, കേരള ചുവർച്ചിത്രങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ആധികാരികമായി ബുക്ക് ഇറക്കിയതും ഇന്നും കേരളത്തിലെ ചിത്രകലയുടെ ഏറ്റവും വലിയ ഒരു യോദ്ധാവ് അല്ലെങ്കിൽ അതിലേറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ശശിഭൂഷൺ സാറ്. പക്ഷേ ഞാൻ എൻ്റെ ചിത്രങ്ങൾ മ്യൂറൽ അധികം പുറത്ത് കാണിക്കാറില്ല. പക്ഷേ സാറ് എനിക്ക് തന്ന ഭയങ്കര പോസിറ്റീവ് കമൻറ്റ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ചിത്രത്തിൽ നിന്ന് ശാലിനിയുടെ മാക്സിമം ഡീറ്റെയിൽ ഓഫ് ഷെയ്ഡിങ്സും ഡെപ്തും കളർ കോമ്പിനേഷൻസ്, കളറിൽ കൊടുക്കാവുന്ന മാക്സിമം ഷെയ്ഡിങ്സ് ഫില്ലിങ് എൻ്റെ ചിത്രങ്ങളിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ചിത്രങ്ങളിൽ അതേപോലെ ഉണ്ട് എന്നുള്ളൊരു കമൻറ്റാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയതാണ്. സാറിനെപ്പോലെ ഒരാളങ്ങനെ പറഞ്ഞതുകൊണ്ട്. പ്രഗത്ഭരായ ഒരുപാട് ചുവർച്ചിത്രകലാ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ അതിലും നമ്മുടെ ചിത്രങ്ങളിൽ, അതാണ് ഞാൻ പറഞ്ഞത്, കലാനിരൂപകർ, കലാ ആസ്വാദകർ വളരെ ഒബ്സോർവ് ചെയ്യുന്നുണ്ട്. ചിത്രങ്ങൾ നമ്മൾ വിലയ്ക്ക് വാങ്ങുമ്പോഴും നമ്മുടെ പോകുന്നില്ല എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. നമ്മൾ എളുപ്പപ്പണി നോക്കിയാൽ നമുക്കത് എന്താ പറയുക. അപ്പോൾ ഇത് 3rd കോട്ട് വരെ ഇങ്ങനെയാണ്. ഇന്നത്തെ ക്ലാസ്സസിൽ പറഞ്ഞ നോട്ട്സ് കൂടെ ഒന്ന് ഇപ്പോൾ ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഡയറക്റ്റ് എഴുതിയെടുക്കാൻ പറ്റില്ലെങ്കിലും വീഡിയോയിൽ ലാസ്റ്റ് ഭാഗമെങ്കിലും നീക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട് ക്ലിയറാക്കി എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു നോട്ടാക്കി വെക്കുന്നതായിരിക്കും. വോയിസൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കേൾക്കാനും നമുക്ക് ആ ഒരു ക്ഷമയില്ല. ഞാൻ ഒരുപാട് ഓൺലൈൻ കോഴ്സുകളിൽ ചേരുക, എനിക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഞാൻ ഓരോ ക്ലാസ്സിൻ്റെ ശൈലികൾ പഠിക്കാൻ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ടെക്നിക്സുകൾ പഠിക്കാനൊക്കെ ഞാൻ വേണ്ടി ക്ലാസ്സുകളിൽ കയറും. സത്യം പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ലൈവായിട്ട് കയറിയാൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മറ്റേത് ഞാൻ വിചാരിക്കാം റെക്കോർഡുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് കാണാം, പക്ഷേ അതൊരു ക്ഷമയോടുകൂടി കാണത്തില്ല. വേറൊരു ആക്ടിവിറ്റി ചെയ്തൊക്കെ ആയിരിക്കും കാണുന്നത്. ചിലപ്പോൾ അടുക്കളയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് കാണുന്നത്, കേൾക്കുന്നത്. അതിൽ മൈൻഡ് ഒരു 2%, ഒരു 10% പോലും നമ്മൾ കോൺസെൻട്രേറ്റ് ആയിരിക്കത്തില്ല. റെക്കോർഡിൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് തരുന്നതേ ഉള്ളൂ. എപ്പോഴും ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കുക. അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ്സും ക്ലാസ്സും നമുക്ക് എപ്പോഴും ബെനിഫിറ്റാണ് കേട്ടോ. ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നതാണ്. പലതും ഇങ്ങനെ ചെറിയ പേയ്മെൻറ്റ് കാണും, ഉടനെ അടച്ചിടും എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ എനിക്ക് ഇതുപോലെ ക്ലാസ്സുകളപ്പോൾ കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ റെക്കോർഡ് കാണാം. പക്ഷെ അത് ഞാൻ എന്തെങ്കിലും കാണും ചിലതൊക്കെ, പക്ഷെ നമ്മൾ മൈൻഡ് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചൊന്നും കാണുന്നതല്ല. അപ്പം അത്
ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ നോട്ടൂടെ പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രധാന കാര്യങ്ങളാണ്. ഇനി മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്ത ഏതെങ്കിലും പാർട്ടുകളുടെ നോട്ടുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. ഇന്ന് നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തത് നമ്മൾ ലേഡിയുടെ ബ്ലൗസ്, ഫസ്റ്റ് ലേഡിയുടെ ബ്ലൗസ് കേട്ടോ. അത് 2 ഡ്രോപ്പ് ക്രിംസൺ സ്കാർലറ്റ് റെഡ്, 2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡ് കേട്ടോ. ഓറഞ്ച് പോലത്തെ റെഡാണ് സ്കാർലറ്റ്. 1 ഡ്രോപ്പ് ക്രിംസൺ റെഡുമാണ്. 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടറാണ് അതിൻ്റെ വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ 3 ഡ്രോപ്പിന് 9 ഡ്രോപ്പ് വാട്ടർ. ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടറാണ് കേട്ടോ. 2 ഡ്രോപ്പ് സ്കാർലറ്റ്, 1 ഡ്രോപ്പ് ക്രിംസണ്. അങ്ങനെ നല്ല വെള്ളം പോലത്തെ 3 കോട്ട് കൊടുക്കുമ്പോൾ ബ്ലൗസ് ഫിനിഷ് ആയി. പിന്നെ ബ്ലൗസിന് ഷെയ്ഡ് വരുന്നില്ല, ചെറിയ ഭാഗമുണ്ട്, നമ്മൾ ഷെയ്ഡ് കൊടുക്കില്ല, ഫില്ലിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ. സെക്കൻഡ് ലേഡിയുടെ ബ്ലൗസ് ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് സാപ്പ് ഗ്രീനാണ്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്നുള്ളത് കേട്ടോ. സെക്കൻഡ് ലേഡിയുടെ ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് സാപ്പ് ഗ്രീനാണ്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ. 2ഓ 3ഓ ആണോ പറഞ്ഞത് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ലൈറ്റായിട്ട് ചെയ്താൽ മതി. സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് 2 ഡ്രോപ്പ് സാപ്പ് ഗ്രീന്, 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ്. 2 ഡ്രോപ്പ് സാപ്പ് ഗ്രീന്, 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ്. അതിൻ്റെ കൂടെ 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലാണ്. അപ്പം 3 കോട്ട് കളർ വരുന്നുണ്ട്, 9 ഡ്രോപ്പ് വാട്ടർ. സെക്കൻഡ് ലേഡിയുടെ ബ്ലൗസിന് ഫസ്റ്റ് എന്ന് പറയുന്നത് 1 ഡ്രോപ്പ് സാപ്പ് ഗ്രീന്, 3 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ വാഷ് ചെയ്യുകയാണ് ചെയ്തത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 ഡ്രോപ്പ് സാപ്പ് ഗ്രീന്, 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ്. അപ്പോൾ 3 ഡ്രോപ്പ് കളറിന് 9 ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷെയ്ഡിങ് അല്ല, ഔട്ട്ലൈനിങ് അല്ല, ഫില്ലിങ് ആണ് കേട്ടോ. അങ്ങനെ 1 കോട്ടുകൂടെ സെയിം കളർ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ഫസ്റ്റ് ലേഡിയുടെ സാരി പ്ലീറ്റ്സ്, സാരിയുടെ ഇടയ്ക്കുള്ള പ്ലീറ്റ്സ് കേട്ടോ, കാലിൻ്റെ ഇടയിലുള്ള പ്ലീറ്റ്സുകളിൽ സ്കാർലറ്റ് റെഡ്, നമ്മൾ ഈ ആദ്യം ഈ 2 ഡ്രോപ്പ് സ്കാർലറ്റ് 1 ഡ്രോപ്പ് ക്രിംസണും കൂടെ മിക്സ് ചെയ്തൊരു ഭാഗമുണ്ട് കാലിരിക്കുന്ന ഈ ഭാഗം. ഇതിൽ നമ്മൾ ഫസ്റ്റ് കോട്ട് വാഷിംഗ് ആണ്, 9 ഡ്രോപ്പ് വാട്ടർ വെച്ച് വാഷിംഗ് ആണ്. സെക്കൻഡ് കോട്ടിൽ അതേ അളവിൽ കളർ എടുത്തിട്ട് ഔട്ട്ലൈനിങ് ആണ് കേട്ടോ. കുറച്ച് വീതിയുള്ളൊരു ഔട്ട്ലൈനാണ് കൊടുത്തത്. സെക്കൻഡ് കോട്ട് ഒരു വീതിയുള്ള ഔട്ട്ലൈനാണ് കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ലേഡിയുടെ ബോഡി വാഷ് ചെയ്തത് കാഡ്മിയം യെല്ലോ അല്ലെങ്കിൽ ക്രോം യെല്ലോ കേട്ടോ. കാഡ്മിയം യെല്ലോ അല്ലെങ്കിൽ ക്രോം യെല്ലോ. ഇന്ത്യൻ യെല്ലോ ആണെങ്കിൽ ഒരു 2 ഡ്രോപ്പോ 3 ഡ്രോപ്പോ കളർ ഇന്ത്യനിൽ എടുക്കുമ്പോൾ 1 ഡ്രോപ്പ് ലെമൺ യെല്ലോടെ മിക്സ് ചെയ്യാം കേട്ടോ. 3 ഡ്രോപ്പിന് 1 ഡ്രോപ്പ് ലെമൺ യെല്ലോടെ മിക്സ് ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി. ആദ്യമേ ഡാർക്കായി കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കും. ഫസ്റ്റ് ലേഡിയുടെ ഇതിന് നമ്മൾ കാഡ്മിയം 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിലാണ്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിലാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ എന്ന് പറയുന്നത് ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് പതല്ലോ ബ്ലൂ. 1 ഡ്രോപ്പിന് 3 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിൽ വളരെ ലൈറ്റായിട്ട് വാഷ് ചെയ്യണം. 1 ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ 3 ഡ്രോപ്പ് വാട്ടർ, ഞാൻ അത്രയും ലൈറ്റായിട്ട് വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് വാഷ് ചെയ്യണം. സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് സെയിം കളർ കേട്ടോ. 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ എടുക്കുന്ന പതല്ലോ ബ്ലൂ തന്നെയാണ്. അത് വെച്ച് നമ്മൾ സി പോലെ ആർച്ചസ് ഫുള്ള് വരയ്ക്കുന്നു. സി പോലെ ആർച്ചസ് ഫുള്ള് വരയ്ക്കുന്നു. അതിന് നമുക്ക് 0യോ 00യോ ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് 000 വെച്ച് വളരെ തിന്നായിട്ടല്ല വരയ്ക്കുന്നത്, കുറച്ച് വീതിക്കാണ് വരയ്ക്കുന്നത് കേട്ടോ. ഒരു ഡ്രോപ്പ് പതല്ലോ ബ്ലൂവിന് 3 ഡ്രോപ്പ് വരെ വാട്ടർ മിക്സ് ചെയ്തുകൊണ്ടുള്ള
ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഫൈനലി ചെയ്തത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ 3 പ്രാവശ്യം യെല്ലോ ഓക്കർ വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വരെ വാട്ടർ മിക്സ് ചെയ്ത് 3 പ്രാവശ്യം വാഷ് ചെയ്തതാണ് യെല്ലോ ഓക്കർ എന്ന് പറയുന്നത്. സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് സാബ്ഗ്രീനാണ്. സാബ്ഗ്രീൻ എന്ന് പറയുന്നത് 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ അളവിലെടുത്തിട്ടുള്ളതാണ്. സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് നമുക്ക് സാബ്ഗ്രീനാണ്. 1 ഡ്രോപ്പ് സാബ്ഗ്രീൻ എടുക്കുമ്പോൾ 3 ഡ്രോപ്പ് വാട്ടർ കേട്ടോ. ഔട്ട്ലൈൻ കൊടുക്കുക, അത് വെച്ച് തന്നെ ഡോട്ട് മാക്സിമം അകത്തോട്ട് കൊടുക്കുക. ഓരോ ഔട്ട്ലൈൻ്റെ അടുത്തും സാബ്ഗ്രീൻ കൊടുത്തിട്ട് അവിടെ നിന്ന് ഡോട്ട് കൊടുത്ത് മാക്സിമം ഫില്ല് ചെയ്യുക കേട്ടോ. നമുക്കൊരു ബ്രഷിൽ കളർ എത്ര നേരം തരുന്നോ അതുവരെ ഇങ്ങനെ കുത്തി അത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ 3 കോട്ട് ചെയ്യുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. സാബ്ഗ്രീൻ മാത്രമാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന കളറ്. സാബ്ഗ്രീനിൽ 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ. ഓക്കെ ആണോ? ഇനി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെയ്ത കളറിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിയുന്നത് ഞാൻ വോയിസ് ഇടാം കേട്ടോ. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം ഈ 2 ലേഡിക്ക് ഒരേ കളർ കൊടുക്കുന്ന കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ട് എന്താണ് ഒരു കളറൂടെ പഠിക്കാൻ പറ്റില്ല. ഒരു ചെറിയ ഷോർട്ട് ടൈം കോഴ്സ് ആണെങ്കിലും മാക്സിമം എൻ്റെ സ്റ്റുഡൻസിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കോമ്പിനേഷൻസും ഒരു ചിത്രത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു എടുത്ത് കാണിക്കുമ്പോൾ കുറച്ച് ഓരോ 2 മിനിറ്റ് നമ്മൾ കൃഷ്ണൻ രാധയെ ഇരിക്കുമ്പോൾ ആ ചിത്രങ്ങളിലൊരു പ്രത്യേക ഭംഗിയാണ്. ഒന്നിനൊരു ബ്ലൂവും യെല്ലോ ഒക്കെ വരുമ്പോൾ ഒരു ഭംഗി തോന്നാറില്ലേ? അപ്പം ഇല്ല, ഞാൻ പറഞ്ഞ വേറൊരു ഭംഗിയാണ്. രണ്ടും ഒന്നും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മാം ഇനി ആ മറ്റേ ലേഡീസിന്റെ ബോട്ടം പാന്റില് എന്തെങ്കിലും ഡിസൈൻ എന്തെങ്കിലും ചെയ്യണ്ടോ? ഷെയ്ഡ് ഇന്ന് ചെയ്യുന്നില്ല, നാളെ ക്ലാസ്സിൽ ചെയ്യും. ചെയ്യണ്ടല്ലേ? ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ അതിലൊക്കെ കുറച്ച് കളേഴ്സ് കൊടുത്തിട്ടില്ല, ലയിപ്പിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ലാതെ മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. രണ്ടും കൂടെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം.